Hello everyone, I welcome you to today's Maths video class. In the previous class we have learned about the representation of integers on the number line and their addition and subtraction. We now study the properties satisfied by the addition and subtraction. Some properties. Some properties satisfied by addition and subtraction. We have learned sum of two whole numbers is again a whole number. നമ്മൾ സിക്സ്ത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3+4 ഹോൾ നമ്പേഴ്സ് 3 plus 4 is equal to 7. Now 3 and 4 are whole numbers. 7 is also a whole number. Now we have learned sum of two whole numbers is again whole numbers. For example, 5 plus 6. 5 and 6 are whole numbers. The sum of 5 and 6 is 11. 11 is also a whole number. We know that this property is known as closure property. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് എന്ത് പറയുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടി ഫോർ അഡീഷൻ ഓഫ് ദ ഹോൾ നമ്പേഴ്സ്. അന്നേരം നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഇൻറ്റിജേഴ്സിൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അന്നേരം ആദ്യം നമുക്ക് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, 0 ഇതെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ എന്നെങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ട് ഇൻറ്റിജർ എടുക്കുക, -3 4 ഇത് ആഡ് ചെയ്തു. ഇത് ഡിഫറൻറ്റ് സൈനാണ്. 4ൻ്റെ പ്ലസ് 3യുടെ മൈനസ്. ഡിഫറൻറ്റ് സൈനാണെങ്കിൽ 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 4ൻ്റെ 3 മൈനസ് ചെയ്താൽ 1. പുട്ട് ബിഗർ നമ്പർ സൈൻ +1. +1 ഈസ് ആൾസോ എ ഇൻറ്റിജർ. അന്നേരം -3 -4 ഇൻറ്റിജർ. അവ ആഡ് ചെയ്യുമ്പോൾ +1ഉം എന്താണെന്ന് കിട്ടും? ഇൻറ്റിജർ കിട്ടും. വേറൊരു എക്സാമ്പിൾ, -1 + -2. -1 and -2 are integers. The sum of these two numbers, -1 plus -2 is equal to -3. -3 is also an integer. അന്നേരം ഇത് രണ്ട് ഇൻറ്റിജർ ആണെങ്കിൽ അത് കൂട്ടുമ്പോഴും എന്ത് കിട്ടും? ഒരു ഇൻറ്റിജർ കിട്ടും. ഈ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അന്നേരം അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഗീവ്സ് ഇൻറ്റിജേഴ്സ്. വി സേ ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. എന്നാൽ നമുക്ക് അഡീഷൻ എന്താ കാര്യം? രണ്ട് ഇൻറ്റിജർ കൂട്ടുമ്പോൾ എന്താണെന്ന് കിട്ടും? ഇൻറ്റിജർ ആണെന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ഇൻറ്റിജേഴ്സ് എന്താണെന്ന് പറയാം? ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണെന്ന് പറയാം. ഇനിയും നമ്മൾ ഇൻ ജനറലായിട്ട് നമ്മൾ പറയുന്നത് എ ബി, എയും ബിയും ടു ഇൻറ്റിജേഴ്സ്. എയും ബിയും ടു ഇൻറ്റിജേഴ്സ്. എ പ്ലസ് ബി ഇസ് ആൾസോ ആൻ ഇൻറ്റിജർ. ഇതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. -3ഉം 4ഉം ഇൻറ്റിജറാണ്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതും എന്താണ്? ഇൻറ്റിജർ. എന്നാൽ പൊതുവേ നമ്മൾ ജനറലായിട്ട് പറയുന്നത് എയും ബിയും ഇൻറ്റിജർ ആണെന്ന് സങ്കല്പിക്കുക. എ പ്ലസ് ബി എന്താണ്? ഒരു ഇൻറ്റിജർ ആണ്. അതുപോലെ ക്ലോഷർ അണ്ടർ സബ്സ്ട്രാക്ഷൻ നോക്കുക. ഇപ്പം നമുക്ക് നോക്കാം, -3 -4 ഇത് രണ്ട് ഇൻറ്റിജറാണ്. ഇത് സബ്സ്ട്രാക്റ്റ് ചെയ്യും. സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 മൈനസ് എന്നാൽ എന്താ കിട്ടും? പ്ലസ്. -3 + 4 -3 + 4 എന്ത് കിട്ടും? ഡിഫറൻസ് സൈൻ ആകുമ്പോൾ 1 കിട്ടും. +1. 1 എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ ആണ്. അന്നേരം രണ്ട് ഇൻറ്റിജർ സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻറ്റിജർ കിട്ടും. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ 5 -4. നമുക്കറിയാം 5 - 4 എന്താണ്? 1. 1 എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഒരു ഇൻറ്റിജർ ആണ്. അന്നേരം പൊതുവേ നമുക്ക് എന്താണെന്ന് പറയാം? എ ആൻഡ് ബി ആർ ടു ഇൻറ്റിജേഴ്സ്. എ ആൻഡ് ബി ആർ ടു ഇൻറ്റിജേഴ്സ്. അന്നേരം നമുക്ക് എന്തോ മനസ്സിലാക്കാം? എ മൈനസ് ബി ഈസ് ആൾസോ ആൻ integer.
എന്നിട്ട് ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി ആദ്യത്തെ എന്താണെന്ന് പറയാം, ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷൻ്റെയും ഇതെന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി സബ്സ്ട്രാക്ഷനും ആണെന്ന് നമുക്ക് പറയാം. എന്നിട്ട് നമുക്ക് പൊതുവേ എന്ത് പറയാം, ദ ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. എന്നാൽ ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സബ്സ്ട്രാക്ഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അന്നേരം ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻറ്റിജേഴ്സ്, എ മൈനസ് ബി ഈസ് ആൾസോ എൻ ഇൻറ്റിജർ. പിന്നെ ഹോൾ നമ്പേഴ്സിലുള്ളതുപോലെ നമുക്കെന്താന്ന് പറയാം, ഇതും നമുക്കെന്താന്ന് പറയാം, ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാം. അതുപോലെ നമുക്കെന്ത് പറയാം, ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് ഫോർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ബോത്ത്. അന്നേരം അഡീഷനും സബ്സ്ട്രാക്ഷനിലും ഇതെന്താണ് ക്ലോസ്ഡ് അണ്ടർ ദ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ ഹോൾ നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഇൻറ്റിജേഴ്സിലുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അന്നേരം ഹോൾ നമ്പേഴ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി 3 + 4 = 7. അതിനെ 4 + 3 എന്താണ് 7. അതുപോലെ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കിത് പറയാൻ വേറൊരു കാര്യമുണ്ട്, ഇത് നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ്. ഇനി നോക്കിയേ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയേ, 3ഉം 4ഉം 7 അല്ലേ, എന്നാൽ 3 × 4 എന്താണ് 12. എന്നിട്ട് 12 എന്താണ് ഇൻറ്റിജേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. 12 നമുക്ക് എന്താണെന്ന് പറയാം, ഇൻറ്റിജേഴ്സ് എന്ന് നമുക്ക് പറയാം. അന്നേരം ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ പ്രോപ്പർട്ടി എന്താണ് ക്ലോസ്ഡ് അണ്ടർ ദ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇറ്റ് ഈസ് ആൾസോ ക്ലോസ്ഡ് അണ്ടർ ദ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനിലും എന്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അന്നേരം അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനിലും നമുക്ക് എന്താണെന്ന് പറയാം, ഇത് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. അന്നേരം ക്ലോഷർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അന്നേരം എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്, എ ഇൻറ്റു ബി ഈസ് ആൾസോ ആൻ ഇൻറ്റിജർ. അന്നേരം എ പ്ലസ് ബി ഒരു ഇൻറ്റിജറാണ്, എ മൈനസ് ബി ഒരു ഇൻറ്റിജറാണ്, എ ഇൻറ്റു ബിയും എന്താണ് ഇൻറ്റിജറാണെന്ന് പറയാം. എന്നാൽ നമുക്കെന്ത് പറയാം, ഈ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷനും we can say that the integers are closed under multiplication. അന്നേരം ഇതെന്താണ് ക്ലോസ്ഡ് അണ്ടർ ദ അഡീഷൻ, ഇത് ക്ലോസ്ഡ് അണ്ടർ ദ സബ്സ്ട്രാക്ഷൻ, ക്ലോസ്ഡ് അണ്ടർ ദ മൾട്ടിപ്ലിക്കേഷൻ. മൂന്നിനും ഈ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ടീച്ചർ ഈ പ്ലസും മൈനസും അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്ലിക്കേഷനും എടുത്തു പോവുകയാണ്. അന്നേരം പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനിലും ക്ലോഷർ പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിയാണ്, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റിജർ തരും, ഇപ്പം 4ഉം 3ഉം. അന്നേരം നിങ്ങൾ 4 + 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഒരു ഇൻറ്റിജർ കിട്ടും. 4 - 3 = 1 എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജറാണ്. 4 × 3 = 12 എന്ന് പറയുന്നതും എന്താണ്, ഒരു ഇൻറ്റിജറാണ്. അന്നേരം അഡീഷനിലും സബ്സ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എന്നാൽ വി നോ ദാറ്റ് 3 + 4 = 7, 4 + 3 ഈസ് ഓൾസോ 7. നമ്മൾ ഹോൾ നമ്പേഴ്സിൽ പഠിച്ചിട്ടുള്ളത്, ഹോൾ നമ്പേഴ്സ് ക്യാൻ ബി ആഡഡ് ഇൻ എനി ഓർഡർ. ഇൻ അതർ വേർഡ്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. അന്നേരം നമ്മൾ അഡീഷനിൽ ഹോൾ നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. അതായത് 3 + 4, 3 and 4 ആർ ഹോൾ നമ്പേഴ്സ്. 3 + 4 = 7. 7 ഈസ് ആൻ ഓൾസോ നമ്പർ. ഇനി ഇതിനെ തിരിച്ചിടുക, 4 + 3 = 7. എന്നാൽ നമുക്ക് എന്തോ മനസ്സിലാകും, 3 + 4 = 4 + 3. തിരിച്ചിട്ടാലും ഇങ്ങനെ കൂട്ടിയാലും തിരിച്ചിട്ട് കൂട്ടിയാലും ആൻസർ എന്താണ്, സെയിം ആണ്. ഈ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് ഹോൾ നമ്പേഴ്സിലുള്ളത്. ഇനി നമ്മൾ 2 ഇൻറ്റിജർ എടുക്കുക. ഇൻറ്റിജറും ഇത് ഇൻറ്റിജർ തന്നെയാണ്. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കാം. -3 + 4. -3 + 4 എന്താണ്, 1 ആണ്. തിരിച്ചെടുക്കുക, 4 + -3, അതും എന്ത് കിട്ടി, 1 നമുക്ക്
കിട്ടി. അന്നേരം ഇൻറ്റിജേഴ്സിലും എന്തോ നമുക്ക് കിട്ടുന്നു, ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അന്നേരം ദാസ് വി കൺക്ലൂഡ് ദാറ്റ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. അഡീഷൻ എന്താണ്? അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. അന്നേരം ഹോൾ നമ്പേഴ്സിലുള്ള പോലെ തന്നെ ഇൻറ്റിജേഴ്സിലും എന്താണ്? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുക, സബ്സ്ട്രാക്ഷൻ നോക്കിയേ. ഇത് 4 മൈനസ് 3 മൈനസ് ചെയ്യില്ല. അന്നേരം 4 + 3 = 7 എന്ന് കിട്ടി. ഇനി അതേപോലെ തിരിച്ചെടുത്തു, -3 -4, അന്നേരം ആൻസർ എന്ത് കിട്ടി? -7 കിട്ടി. അന്നേരം നമുക്ക് ഈ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് നമുക്ക് കിട്ടിയോ? ഒന്ന് 7 ആണ് കിട്ടുന്നെങ്കിൽ മറ്റേതെന്താണ്? -7 ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അന്നേരം നമുക്ക് 4 ഒരു വേറൊരു നമ്പർ എടുക്കാം, 5ഉം 4ഉം നോക്കിയേ. 5 - 4 = 1, 4 - 5 = -1. ഇത് രണ്ട് ഈക്വലാണെന്ന് നമുക്ക് കിട്ടുമോ? ഇല്ല. അന്നേരം നമുക്ക് പിന്നെ ഇതെന്ത് കിട്ടും? ഇവിടെ A + B = B + A എന്ന് കിട്ടും. പക്ഷേ ഡിഫറൻസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഇത് സബ്സ്ട്രാക്ഷൻ എന്തല്ല? സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇറ്റ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. എന്താ കാര്യം? നമ്മൾ തിരിച്ച് മൈനസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. അന്നേരം ഏത് മാത്രമേ ഈക്വൽ ഉള്ളൂ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. അന്നേരം പൊതുവേ നമുക്ക് എന്ത് പറയാം? A and B ആർ ഇൻറ്റിജേഴ്സ്. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ A and B ആർ ഇൻറ്റിജേഴ്സ്. A + B = എന്താന്ന് പറയാം? B + A ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ എന്തല്ല? ഈക്വൽ അല്ല. A - Bയും B - Aയും എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ നോക്കിയേ. അപ്പോൾ 5ഉം 4ഉം 5 × 4 = നമുക്ക് എന്ത് കിട്ടി? 4 × 5 ഈക്വലായിട്ട് കിട്ടി. അതുപോലെ നമ്മൾ നോക്കിയേ, 5 × -4 = -4 × 5 നമുക്കെന്ത് കിട്ടി? -20. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? -20 കിട്ടി. അന്നേരം മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജർ എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. അന്നേരം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഏതിന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ? അഡീഷനും ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നുണ്ട്. സബ്സ്ട്രാക്ഷനും ഡിവിഷനും എന്തോ ചെയ്യുന്നില്ല? ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അന്നേരം ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അന്നേരം രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു, ക്ലോഷർ പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. കൺസിഡർ ദ ഇൻറ്റിജേഴ്സ്. നമ്മൾ 3 ഇൻറ്റിജർ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ, കൺസിഡർ ഇൻറ്റിജേഴ്സ് -3, -2, -5. എന്നിട്ട് ഞാൻ എന്തെടുത്തെന്നോ, -3 + -2 ഇതിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടി, +-5. എന്നാൽ നമുക്കറിയാം -3 + -2 എന്താണ്? -5 അല്ലേ? -1 +-5. എന്നിട്ട് എന്ത് കിട്ടി? -10 കിട്ടി. ഇനി വേറൊരാൾ വിചാരിച്ച് ഇത് തമ്മിൽ കൂട്ടുന്നില്ല, എന്തെടുത്തു? -3 + -2 + -5 ഇത് തമ്മിലാണ് കൂട്ടിയത്. അവസാനത്തെ രണ്ടെണ്ണം കൂട്ടിയിട്ട് ചെയ്തു. അന്നേരം നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -7 എന്ന് കിട്ടും. -3 + -7 = എന്ത് കിട്ടി? -10 കിട്ടി. അന്നേരം എങ്ങനെ നമ്മൾ ആഡ് ചെയ്താലും എന്തെടുക്കും? ആദ്യത്തെ രണ്ടെണ്ണം എടുത്തിട്ട് മൂന്നാമത്തേനോട് ആഡ് ചെയ്താലും, അവസാനത്തെ രണ്ടെണ്ണം എടുത്ത് ഫസ്റ്റിനോട് ആഡ് ചെയ്താലും ആൻസർ എന്താണെന്ന് കിട്ടും?
സെയിം ആണെന്ന് കിട്ടും അല്ലേ. അന്നേരം നമുക്ക് എന്ത് പറയാം, ദ ഫസ്റ്റ് സം -3 പ്ലസ് -3 ആൻഡ് -2 ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ഇൻ ദ സെക്കൻഡ് -5 and -3 are grouped together. We will check whether we get different result. നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടും എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, പിന്നെ നമുക്ക് സെയിം റിസൾട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നമുക്ക് എന്ത് കിട്ടി, ഇവിടെയും -10 കിട്ടി, അപ്പുറത്തും എന്ത് കിട്ടി, -10 നമുക്ക് കിട്ടി. അന്നേരം നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം, പൊതുവെ എന്ത് പറയാം, എ ബി സി ആർ ഇൻറ്റിജേഴ്സ്. എ പ്ലസ് ബി പ്ലസ് സി സിക്ക് ടു എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് നമുക്ക് കിട്ടും അല്ലേ. അന്നേരം ഫോർ ജനറൽ ഫോർ എനി ഇൻറ്റിജേഴ്സ് എ ബി സി വി ക്യാൻ സേ എ പ്ലസ് ബി പ്ലസ് സി സിക്ക് ടു എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. എന്നിട്ട് ഈ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ എന്താണ്, അഡീഷനാണ്. പക്ഷേ സബ്സ്ട്രാക്ഷൻ നമുക്ക് കിട്ടത്തില്ല. എന്താ കാര്യം, ഇപ്പം നമ്മൾ മറ്റേ പഠിച്ചില്ലേ, ഇപ്പം 3 + 4 7, 3 - 4 എന്താണ്, 7 ആണോ, അല്ല, -1 ആണ്. അന്നേരം ഇവിടെ സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ എന്താകും, ഇത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരും, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടത്തില്ല. അന്നേരം അഡീഷന് മാത്രമേ എന്തോ കിട്ടുന്നുള്ളൂ, ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നുള്ളൂ. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയേ, ഇപ്പം -3 -2 -5 അല്ലേ. അന്നേരം -3 × -2 × -5. അന്നേരം ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തു. -3 × -2 രണ്ട് മൈനസ് മൾട്ടിപ്ലിക്കേഷനിൽ പ്ലസ് വരും, 2 - 1 3 × 6 +6 × -5 സീക്വൽ ടു എന്ത് കിട്ടി, -30. അതുപോലെ നമ്മൾ -3 × -2 × -5 ഇത് മൾട്ടിപ്ലൈ ചെയ്തു. എന്നാൽ 2 - 1 പ്ലസ് അല്ലേ, 2 × 5 10, അന്നേരം 10 × -30. ഒരു -1 -30, രണ്ടും എന്ത് കിട്ടി, ഈക്വലാണെന്ന് കിട്ടി. അന്നേരം അസോസിയേറ്റിവിറ്റി എന്താണ്, മൾട്ടിപ്ലിക്കേഷനിലും ശരിയാണ്, അഡീഷനിലും നമുക്ക് ശരിയാണെന്ന് കാണാം. പക്ഷേ സബ്സ്ട്രാക്ഷനിലും ഡിവിഷനിലും എന്തല്ല, ശരിയല്ലെന്ന് നമുക്ക് കിട്ടും. അന്നേരം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയൊക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ, ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇത് പഠിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, പിന്നെ 6 + 8 + 4 ഇങ്ങനെ ആഡ് ചെയ്യാൻ വന്നാൽ നമുക്കെന്ത് കൊടുക്കാം, ഈ 6ഉം 4ഉം കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അന്നേരം 6ഉം 4ഉം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 10. 10 + 8 എന്ത് കിട്ടി, വേഗം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് പഠിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്കറിയാം 6ഉം 4ഉം കൂടെ കൂട്ടിയ 10. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയേ, 25 × 12 × 4. എന്നാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്താൽ മതി. 25 × 4 × 12. എന്നാൽ 25 × 4 എന്താണ്, 100. 100 × 12 ഉണ്ടോ, മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. എന്നിട്ട് ഇതാണ് അസോസിയേറ്റിവിറ്റിയുടെ പ്രാധാന്യം. എന്നുവെച്ചാൽ നമ്മൾ ഇത് ഗ്രൂപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആൻസർ വേഗം കിട്ടും. അന്നേരം അസോസിയേറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. അന്നേരം അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോപ്പർട്ടി ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇപ്പം നമ്മൾ നോക്കിയ ഒരു നമ്പർ 3യുടെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ 3 തന്നെ കിട്ടി. എന്നിട്ട് അതെന്തായിരിക്കും, 0 ആയിരിക്കും. ഇപ്പം -6 അതിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ -6 തന്നെ കിട്ടി. എന്നിട്ട് ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും, 0 ആയിരിക്കും. എന്നാൽ നമ്മൾ പൊതുവെ പറയുന്നത് നമ്മൾ ആഡിങ് 0 to any number we get that number. എന്നിട്ട് 0 ഏത് നമ്പറിനെ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത്, ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 0യെ നമുക്ക് എന്ത് പറയാം, 0 ഈസ് ദ ഐഡൻറ്റിറ്റി അല്ലേ, ഐഡൻറ്റിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇൻ ജനറൽ ഫോർ എനി ഇൻറ്റിജർ
നമ്മൾ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എ ആണെങ്കിൽ എ പ്ലസ് 0 is equal to 0 plus a is equal to a ആണെന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് ഏത് ഇൻറ്റിജറിൻ്റെയും കൂടെയും 0 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഇൻറ്റിജർ തന്നെ കിട്ടും അല്ലേ? അതുകൊണ്ട് 0 ഈസ് ആൻ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ ഇൻറ്റിജേഴ്സ്. എന്നാൽ 0യെ നമുക്ക് പറയാം അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? നമ്മൾ ആ നമ്പർ തന്നെ കിട്ടി. മൾട്ടിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ 3യെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ നമ്പർ തന്നെ കിട്ടും. ഇതുപോലെ നമ്മൾ 0യെ ആഡ് ചെയ്തപ്പോൾ ആ നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാൽ നമുക്കറിയാം ഇത് ഏതാണെന്ന് പറയാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ആ നമ്പർ കിട്ടുന്നത്. അതുപോലെ -6 അതിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? -6 തന്നെ. അന്നേരം 1. അന്നേരം 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി, 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് പറ്റും. അന്നേരം അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്? 0. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്? 1. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ആ നമ്പർ കിട്ടും. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ നമ്പർ തന്നെ കിട്ടും. അന്നേരം അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ പ്രത്യേകം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അടുത്തത് ഇവിടെ നോക്കിയേ, -61 പ്ലസ് ഡാഷ് ഇസിക്കന് -60. എന്നാൽ നമുക്കറിയാം ഇതെന്താണ്? 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ 0 പ്ലസ് -37 എന്താണ്? 0 പ്ലസ് -37 0 കൊണ്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആ നമ്പർ തന്നെ കിട്ടും. ഇപ്പം 0 പ്ലസ് -8 എന്താണ്? -8 ആണ് കിട്ടുന്നത്. അതുപോലെ 3 ഇൻറ്റു ഡാഷ് സീക്വൽ ടു 3 എന്നിട്ട് എന്താണ്? 1. അതുപോലെ 6 ഇൻറ്റു 1 സീക്വൽ ടു എന്താണെന്ന് കിട്ടും? 6 എന്ന് നമുക്ക് കിട്ടും. അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ഇതാണ് പ്രോപ്പർട്ടീസ് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി. ഇനി അടുത്ത റൈറ്റ് ഡൗൺ ദ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ്. റൈറ്റ് ഡൗൺ a pair of integers sum is -3. സം -3 ആകുന്ന വേണം. അതുപോലെ ഡിഫറൻസ് ഈസ് 2. സം ഈസ് 3. സം ഈസ് 0. ഡിഫറൻസ് ഈസ് -5. ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചു. അന്നേരം റൈറ്റ് ഡൗൺ ദ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ്. സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? -3 കിട്ടണം. അന്നേരം നമുക്ക് ഒരുപാട് നമ്പർ അങ്ങനെ -3 കിട്ടുന്ന നമ്പറുണ്ട്. നോക്കിയേ, നമുക്ക് എന്ത് കിട്ടി? ഇപ്പം -3 ആണ് കിട്ടുന്നത്. എന്നാൽ -10 + 7. നോക്കിയാൽ -10 7 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 10 ഡിഫറൻസ് സൈനാണ്. ഡിഫറൻസ് സൈൻ വന്നാൽ 10 - 7 എന്ത് കിട്ടും? 3. പുട്ട് ബിഗർ നമ്പർ സൈൻ -3 കിട്ടി. അന്നേരം എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? -10 7. ഇനി വേറെ നമ്പർ എടുക്കാം. നമുക്ക് എന്തോ എടുക്കാം? -21 + 18. എന്നാൽ 21 നിന്ന് 18 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 3 കിട്ടും. പുട്ട് ബിഗർ നമ്പർ സൈൻ. അന്നേരം -3 കിട്ടും അല്ലേ? അന്നേരം ഏത് വേണമെങ്കിലും നമുക്ക് പെയറായിട്ട് എടുക്കാം. എന്തൊക്കെ എടുക്കാം? -10 7, അടുത്ത -27 18. ഏത് വേണമെങ്കിലും നമുക്ക് എന്തെടുക്കാം? എടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ? എന്നാൽ സം എന്താണെന്ന് കിട്ടണം? -3 ആണെന്ന് കിട്ടണം. ഇനി എന്താണ് നോക്കിയാൽ അടുത്തേ നമുക്ക് എടുക്കാം. -1 + -2. അന്നേരം എന്ത് കിട്ടി? -3 കിട്ടി. -1 + -2 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെടുക്കാം? എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ആൻസർ എന്ത് കിട്ടണം?
-3 കിട്ടണം. ഇനി ഡിഫറൻസ് ഈസ് 2. ഡിഫറൻസ് 2 കിട്ടണം എന്ന് വെച്ചാൽ കുറച്ച് അത് നമുക്കറിയാം. പിന്നെ 5 - 3 2 അല്ലേ, 5ഉം -3 ഡിഫറൻസ്. അതുപോലെ നോക്കിയേ, -10 + 12 -10 + 12 ഡിഫറൻസ് സൈൻ വന്നപ്പോൾ 12 നിന്ന് 10 മൈനസ് ചെയ്തു 2 എന്ന് കിട്ടി. എന്നാൽ ഡിഫറൻസ് ഈസ് 2 നമുക്ക് കിട്ടി. അന്നേരം ഏത് വേണമെങ്കിലും നമുക്ക് എന്തോ എടുക്കാം, നമ്പർ എടുക്കാം. പക്ഷേ ഡിഫറൻസ് എന്താകണം, 2 ആകണം. അന്നേരം ഇവിടെ പെയർ കണ്ടുപിടിക്കാനാണ്. അന്നേരം നമുക്ക് എന്ത് കിട്ടാം, 5 - 3. അടുത്ത -10 12. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാം. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് ഡിഫറൻസ് ഈസ് 2 എന്ന് പറയുമ്പോൾ 15 - 30. അന്നേരം 2 അല്ലേ കിട്ടിയത്. അന്നേരം നമുക്ക് എന്ത് കിട്ടും, 15 - 30. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കിട്ടും, നമുക്ക് 2 എന്ന് കിട്ടും. മനസ്സിലായില്ലേ, ഇത് ഡിഫറൻസ് ആണ്. എന്നാൽ 5 3 ഇട്ടാൽ മതി. എന്താ കാര്യം, മൈനസ് ഇവിടെ വരും. 5 3 5 -3 ഇടേണ്ട കാര്യമില്ല. 5 3 അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2 ആണ്. ഇവിടെ എന്ത് കിട്ടും, 10 12 12 10 എന്നിടാം അല്ലേ, 12 10 എന്നിടാം. അന്നേരം അതിൻ്റെ ഡിഫറൻസ് എന്ത് കിട്ടും, 12 - 10 എന്ത് കിട്ടും, 2 നമുക്ക് കിട്ടും. അടുത്ത 15 മൈനസ് ഇടേണ്ട കാര്യമില്ല. 15 - 30 ഡിഫറൻസ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അന്നേരം 15ഉം 13ഉം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. അടുത്ത സം ഈ 0 കിട്ടുന്നത്. 0 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സം കിട്ടണമെങ്കിൽ ഇപ്പം 3ഉം -3ഉം കൂടെ കൂട്ടി. അന്നേരം എന്ത് കിട്ടി, 0 കിട്ടി. എന്നാൽ നമുക്ക് എന്ത് പറയാം, 3 - 3. അടുത്തത് 5ഉം -5ഉം കൂട്ടി എന്ത് കിട്ടി, 0 കിട്ടി. 0 കിട്ടാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. ഇതിൻ്റെ 5ൻ്റെ പിന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉപയോഗിച്ചാൽ മതി. 5 + 5 - 5. അന്നേരം 5 - 5. അന്നേരം അങ്ങനെ സം ഈസ് 0 കിട്ടുന്ന ഏത് നമ്പരും നമുക്ക് എന്തെടുക്കാം, എടുക്കാം. അടുത്ത ഡിഫറൻസ് ഈസ് -5. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, -5 കിട്ടണം. അന്നേരം 10ഉം 15ഉം നോക്കിയേ, 10 - 15 എന്ന് പറയുമ്പോൾ 10 + -15. അന്നേരം നമുക്ക് എന്ത് കിട്ടും, -5 എന്ന് കിട്ടി അല്ലേ. എന്നാൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻസ് എന്ത് കിട്ടും, 10ഉം 15ഉം എടുത്താൽ മതി. അതിന് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൈനസ് വരും. 10 15 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -5. ഇനി വേറെ നമ്പർ എടുക്കാം, 25 - 30. അന്നേരം 25 + -30 -5. അന്നേരം നമുക്ക് എന്ത് കിട്ടി, 25 30. അന്നേരം ഡിഫറൻസ് ഈസ് -5. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ സം -3 കിട്ടണം, ഡിഫറൻസ് 2 കിട്ടണം, സം ഈസ് 0, ഡിഫറൻസ് ഈസ് -5. അന്നേരം അവർ പറയുന്നതനുസരിച്ച് നമ്മൾ എന്തെടുക്കണം, നല്ലോണം ആഡ് ചെയ്താൽ മതി, നമുക്ക് വേഗം ആൻസർ കിട്ടും. അന്നേരം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏതൊക്കെ പഠിച്ചു, കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്, അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്, സബ്സ്ട്രാക്ഷൻ. എന്നാൽ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നല്ലോണം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്തെടുക്കാനൊക്കത്തുള്ളൂ, ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അന്നേരം ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് പറയാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ, subtraction of integers, closure under addition. Sum of two integers always an integer. -3 + 4 = 1. Addition of integers gives integers. We say integers are closed under addition. Integers എന്താണ്, closed under the addition ആണെന്ന് പറയാം. In general, for any two integers a and b, a + b is an integer. Closure under subtraction. 3 - 4, 3 + -4 = -1. We can see that the integers are closed under subtraction. Thus, if a and b are two integers, then a - b is also an integer. Integer are closed for addition and subtraction both. അന്നേരം ക്ലോഷർ പ്രോപ്പർട്ടി ഏതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അഡീഷനും സബ്സ്ട്രാക്ഷനും. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ എന്തെടുക്കുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, വി നോ ദാറ്റ് 3 + 5 = 5 + 3 = 8. Addition is commutative for integers. In general, for any two integers a and b, we can say that a + b = b + a.
But the subtraction is not commutative for integers. പക്ഷേ subtraction എന്തല്ല? Commutative അല്ല. Consider the integers 5 and minus 3. 5 minus 3 is equal to 8. Minus 3 minus 5 is equal to minus 8. ഇത് രണ്ട് ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് the subtraction is not commutative for integers. Next property is associative property. Consider an integer minus 3 minus 2 minus 5. Look at minus 5. ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 10. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? മൈനസ് 10 കിട്ടി. ഇൻ ജനറൽ ഫോർ എനി ഇൻറ്റിജേഴ്സ് എ ബി ആൻഡ് സി വി ക്യാൻ സേ ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി is equal to a plus b plus c. Next property is additive identity. We add 0 to any integer. Integer in 0 add ചെയ്യുമ്പോൾ we get the same integer. Minus 8 plus 0 is equal to minus 8. 3 plus 0 is equal to 0. 0 plus അന്നേരം 0 കൊണ്ട് ഏത് നമ്പറിനെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആ നമ്പർ തന്നെ കിട്ടും. Integer 0 is the identity under addition. That is a plus 0 is equal to 0 plus a is equal to a for every integer. Any properties of multiplication of integers. Closure under multiplication. A and b are integers. A into b is also an integer. Now 3 into minus 4 are integers. 3 into minus 4 is equal to minus 12 is also an integer. അന്നേരം ക്ലോഷർ പ്രോപ്പർട്ടി ഏതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത കമ്മ്യൂട്ടേറ്റീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ 3 minus 4 are integers. 3 into minus 4 is equal to minus 12. Minus 4 into 3 is equal to minus 12. അന്നേരം ഇൻ ജനറൽ ഫോർ എനി ടു ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി എ ഇൻറ്റു ബി ഈസ് ഇക്വൽ ടു ബി ഇൻറ്റു എ. അന്നേരം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഏതിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ബൈ 0 മൈനസ് 3 ഇൻറ്റു 0 കൊണ്ട് നമ്മൾ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. മൈനസ് 3 ഇൻറ്റു 0 is equal to 0. 0 ഇൻറ്റു മൈനസ് 5 is equal to 0. ഇൻ ജനറൽ ഫോർ എനി ഇൻറ്റിജർ എ ഇൻറ്റു 0 is equal to 0 ഇൻറ്റു എ is equal to 0. ഏത് നമ്പർ 0 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണ്? നമ്മൾ 1 അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? ഇൻ ജനറൽ ഫോർ എനി ഇൻറ്റിജർ വി ഹാവ് എ ഇൻറ്റു 1 is equal to എന്ത് കിട്ടും? 1 ഇൻറ്റു എ is equal to എ എന്ന് കിട്ടും. അന്നേരം 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി വേറാസ് 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ ഇൻറ്റിജേഴ്സ്. 0 അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും 1 എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും ആണ്. ഇനി അസോസിയേറ്റിവിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ എ ബി സി ആർ 3 ഇൻറ്റിജേഴ്സ്. എ ഇൻറ്റു ബി ഇൻറ്റു സി is equal to a into b into c. അപ്പോൾ ഇത് തന്നെ ടീച്ചർ ഇപ്പം ചെയ്യിപ്പിച്ചാണ്. റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് സം ഈസ് മൈനസ് 3, ഡിഫറൻസ് ഈസ് മൈനസ് 5, ഡിഫറൻസ് ഈസ് 2, സം ഈസ് 3. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുത്ത് നിങ്ങൾക്ക് തന്നെ എന്ത് കൊടുക്കാം, ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ എക്സസൈസ് ഉണ്ട് 1 2 നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഈ പഠിപ്പിച്ച തന്നെയാണ് അതിനകത്ത് വരുന്നത്. All the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.